ഹലോ, ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു ഹെൽത്തി ഡിഷാണ്. ചിക്കൻ ചീരത്തോരൻ. ഈസിയാണ്, ടേസ്റ്റിയാണ്. വെൽക്കം ടു റണ്ണേഴ്സ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. നമ്മൾ കുറച്ച് എണ്ണ ഒഴിക്കുകയാണ്. പാൻ ചൂടായി കഴിയുമ്പോൾ ഇതൊരു സബോള, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 4 വെളുത്തുള്ളി, 3 പച്ചമുളക്, വേപ്പിൻ്റെ ഇല ഒക്കെ ഫൈൻലി ചോപ്ഡാണ്. എണ്ണ ചൂടാകുമ്പോൾ ഇത് അതിലേക്ക് നമ്മളിടാണ്. അത് നല്ലോണം ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. ഇന്നുള്ളൂ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. മഞ്ഞൾപ്പൊടി ഇട്ട് വഴറ്റിയ പെട്ടെന്ന് വഴണ്ട് വരും കേട്ടോ. ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ടുണ്ട്. ഇത് നമ്മൾ മൊരിയിച്ചെടുക്കുന്നില്ല കേട്ടോ. അതിൽ നമ്മൾ ആവശ്യത്തിന് പച്ചമുളക് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിനി ഞാനൊരു 1/4 ടീസ്പൂണോളം ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്യുന്നുണ്ട്. എരിവ് നമ്മുടെ ആവശ്യത്തിന് ആഡ് ചെയ്യാം കേട്ടോ. പിന്നെ ഇതിൽ മല്ലിപ്പൊടി ഞാൻ ആഡ് ചെയ്തിട്ടില്ല. ധനിയ, പെരുംജീരകം, നല്ല ജീരകം വറുത്ത് പൊടിച്ചിട്ടുള്ള പൊടിയാണ്. അതുകൊണ്ടാണ് ഞാൻ മല്ലിപ്പൊടി ആഡ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഇതും കൂടി ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ മസാല ഇല്ലെങ്കിൽ നമുക്ക് ഓർഡിനറി ഗരം മസാല ആഡ് ചെയ്താലും നല്ലത് തന്നെയാണ്. ഇതിപ്പോൾ നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ഏതൊരു 100 grams ഓഫ് ചിക്കൻ നല്ലോണം വെള്ളമൊക്കെ കളഞ്ഞ് ഒന്ന് മിക്സിയിലൊന്ന് അരച്ചെടുത്തിട്ടുള്ളതാണ്. അത് ആഡ് ചെയ്യണം. നമ്മളിതൊന്ന് അടച്ച് വേവിക്കാം കേട്ടോ. അപ്പോൾ അതിലുള്ള വെള്ളത്തിലത് വെന്ത് കിട്ടും. ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കുക. ചിക്കനിലെ വെള്ളം വന്നു തുടങ്ങി. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഒന്നും കൂടി ഇളക്കി കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മുടെ ഈ ചിക്കൻ ഒരുവിധം നന്നായി വന്നിട്ടുണ്ട്. ന്യൂലി കുക്ക്ഡ്. ഇപ്പോൾ നമ്മുടെ ഈ ചിക്കൻ ന്യൂലി കുക്ക്ഡ് ആയിട്ടുണ്ട്. ഇനി ഇതിൽ നമ്മുടെ ഈ ചീര ചേർക്കണം. നമ്മൾ ആദ്യം കറിക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ കുറച്ച് വെള്ളമേ ഉള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഈ സമയത്ത് ഈ ഗ്രീൻസ് ആഡ് ചെയ്യുന്നു. നമുക്ക് ഈ ചിക്കൻ ഗ്രീൻസ് ആഡ് ചെയ്യുന്നത് വേറെ ഒന്നും ഉണ്ടല്ല. ഇത് നല്ലൊരു ന്യൂട്രീഷൻ. കൊച്ചു കുട്ടികൾക്ക് ചിലപ്പോൾ ഗ്രീൻസ് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. അപ്പോൾ ഇങ്ങനെ കൊടുക്കുകയെന്ന് വെച്ചാൽ അവർ ഗ്രീൻസും കഴിച്ചോളും, നമ്മുടെ ചിക്കനും ഗ്രീൻസും ഒരുമിച്ച് പൊക്കോളും കേട്ടോ. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഒരു ഗ്രീൻസ് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഒന്ന് ക്ലോസ് ചെയ്ത് വേവിക്കാം. അതിനിപ്പോൾ നമ്മുടെ ചീര ഒരുവിധം സോഫ്റ്റ് മൈൻഡ് ആവും. ഇതോടെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ലോണം മിക്സ് ചെയ്താണ്. ഇനി ഒന്ന് ക്ലോസ് ചെയ്ത് അതിൻ്റെ വെള്ളം ഒന്ന് വലിഞ്ഞ് കിട്ടണം. ഒന്ന് ആദ്യം ക്ലോസ് ചെയ്ത് വേവിച്ചതിന് ശേഷം എല്ലാവരും ഒന്ന് വെന്തിട്ടുണ്ടോ എന്ന് നോക്കിയിട്ട് നമുക്ക് വെള്ളം വലിച്ചെടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ നമ്മളെ ചിക്കനും ഗ്രീൻസൊക്കെ വെന്തിട്ടുണ്ട്. ഇനി വെള്ളം വലിച്ചെടുക്കും, ഡ്രൈ ആയിട്ട് എടുക്കുന്നത് കേട്ടോ. ഇത് തന്നെ വേണമെങ്കിൽ നമുക്ക് ഈ ചിക്കൻ സ്മോൾ ക്യൂബ്സ് ആക്കി ചെയ്യാം കേട്ടോ. ഫ്ലെയിം ഒന്ന് ഹൈയിൽ വെച്ചിട്ട് നമ്മൾ വെള്ളം വലിച്ചെടുക്കാം കേട്ടോ. ഇതിൽ ചിക്കനിലും ചീരയിലൊക്കെ വെള്ളം ഉള്ളതുകൊണ്ട് അതൊക്കെ നല്ലോണം വലിച്ചെടുക്കാം. ഇതൊരു ഇച്ചിരി നേരെ പുളി ഉണ്ടാവാൻ 1 ടീസ്പൂണോളം ലെമൺ ജ്യൂസ് ഒഴിക്കും. നമ്മളിവിടെ 1 ടീസ്പൂണോളം നാരങ്ങനീര് ഒഴിക്കുന്നുണ്ട്. ഈ സമയത്ത് വേണമെങ്കിൽ ഒന്ന് ഉപ്പ് ചെക്ക് ചെയ്യാം. എന്നിട്ട് നമ്മുടെ നാരങ്ങനീര് ചേർക്കുമ്പോൾ അതിന് ചെറിയ ഡിഫറൻസ് വരും. ആവശ്യമെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ. നാരങ്ങനീര് ആഡ് ചെയ്തപ്പോൾ ഒരു നുള്ളുപ്പിൻ്റെ കുറവുണ്ട്. അതിൻ്റെ വെള്ളമൊക്കെ നല്ലോണം വെള്ളുണ്ട്, ഡ്രൈ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. നല്ലോണം വെള്ളമൊക്കെ വലിഞ്ഞിട്ടുണ്ട് കേട്ടോ. എനിക്ക് വെള്ളമൊന്നും ബാക്കിയില്ല. നമ്മുടെ ഡിഷ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഹെൽത്തി ചിക്കൻ ചീര തോരൻ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുക ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ വേണ്ടി ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കുക്ക് വിത്ത് ലവ് ആൻഡ് കെയർ. ബൈ, ടേക്ക് കെയർ.